അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് ഈ ഈ ലോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താണ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും, മറ്റൊന്ന് എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. ഓക്കെ, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്താണെന്ന് അറിയാം. എന്താ, ഞാൻ ഓൾറെഡി വീഡിയോ കണ്ടവർക്ക് അറിയാം, പഠിക്കണം, വീഡിയോ നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോസ്, അതായത് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആ ഡിബഞ്ചറിന്റെ ലൈഫ് പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ ആ അത്രയും വർഷം കൊണ്ട് അതിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ അത്രയും വർഷത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡാണ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിന്റെ ലൈഫ് 5 വർഷമാണെങ്കിൽ 5 വർഷം എന്താണ് ഓരോ വർഷവും ഒരു ഈക്വൽ എമൗണ്ട്, അതായത് ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയാണെങ്കിൽ ഓരോ വർഷവും എന്താണ് ആദ്യത്തെ വർഷം 10,000, രണ്ടാമത്തെ വർഷം 10,000, മൂന്നാമത്തെ വർഷം 10,000, അങ്ങനെ 5 വർഷവും 10,000 രൂപ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അങ്ങനെ മൊത്തത്തിലുള്ള ലോസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന രീതിയാണ് എന്ത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു മെത്തേഡാണ് എന്ത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്? ഫ്ലക്ച്വേറ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഫ്ലക്ച്വേറ്റ് ചെയ്യുക, വ്യത്യസ്ത, അതായത് ചേഞ്ച് ഇങ്ങനെ ഉണ്ടാവും. അതായത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് നമ്മൾ ഈ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 വർഷം ലൈഫ് പീരീഡ് ഉള്ള ഒരു ഡിബഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ വർഷം ഡിബഞ്ചറിന്റെ കുറച്ച് പോർഷൻ റെഡീം ചെയ്യും, രണ്ടാമത്തെ വർഷം ഡിബഞ്ചറിന്റെ കുറച്ച് പോർഷൻ റെഡീം ചെയ്യും. അങ്ങനെ ഡിബഞ്ചറിന്റെ ഓരോ വർഷവും 5 വർഷം കൊണ്ട് നമ്മൾ റെഡീം ചെയ്ത് തീർക്കുക ചെയ്യാം. അപ്പോൾ ഓരോ വർഷവും ഡിബഞ്ചർ കുറച്ച് കുറച്ച് പോർഷൻസ് റെഡീം ചെയ്യുമ്പോൾ ഡിബഞ്ചറിന്റെ എന്താണ് മൊത്തത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ ഒരു റേഷ്യോ ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലോസിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോസിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. ഡിബഞ്ചറിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ലോസിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ മെത്തേഡാണ് എന്ത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം, ഈ രണ്ട് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എന്നോടൊപ്പം തന്നെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. കാൽക്കുലേറ്റർ, പെന്നും പെൻസിലൊക്കെ എടുത്തു വെക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം തന്നെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റീവർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ 1/4/2015 എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2009% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹10%, റെഡീമബിൾ അറ്റ് പാർ. അതായത് എന്താണ്, 1/4/2015 എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി 2000 9% ഡിബഞ്ചർ, അത് 9% എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, അത് അതിന്റെ പേരിന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ അതിന്റെ പേരിന്റെ കൂടെ ഉണ്ടാവും ആ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പൊ 9% എന്ന് പറഞ്ഞാൽ ആ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതിന് വേറെ അപ്ലിക്കേഷൻ ഒന്നും ഇപ്പോൾ ഈ തൽക്കാലം ഈ പ്രോബ്ലത്തിൽ ഇല്ല കേട്ടോ. 9% ഡിബഞ്ചർ ഓഫ് 100 ഈച്ച്, അതായത് 100 രൂപ വിലയുള്ള 9% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡിബഞ്ചർ എത്ര രൂപയ്ക്ക് വിറ്റു? അതായത് 10% ഡിസ്കൗണ്ടിന് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, 10% ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ നടത്തിയത് എത്ര രൂപയ്ക്കായിരിക്കും? 90 രൂപയ്ക്കായിരിക്കും അല്ലെ. 100 രൂപ വിലയുള്ള ഡിബഞ്ചറിന് 10% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ നടത്തി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 90 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ നടത്തിയിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ അവിടെ 10 രൂപയുടെ നഷ്ടം നമുക്ക് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് ഒരു ഡിബഞ്ചറിൽ നിന്നും 10 രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ പിന്നെന്താണ് റിഡംഷൻ അറ്റ് പാർ. റിഡംഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ്? പാറിൽ തന്നെയാണ്. പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിന് തന്നെയാണ്. അതായത് 100 രൂപയ്ക്ക് തന്നെയാണ് റെഡീം ചെയ്യുന്നത്. ഇപ്പൊ റെഡീം ചെയ്യുന്ന സമയത്ത് 100 രൂപയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും. പക്ഷെ ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് 90 രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കുണ്ടാകുന്ന ലോസ് എത്രയാണ്? 10 രൂപയാണ് ഒരു ഡിബഞ്ചറിന്റെ മുകളിൽ. ക്ലിയർ? അപ്പം അതാണ് അവിടെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം, ഷോ ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? സച്ച് ഡിബഞ്ചർ ആർ റെഡീമബിൾ ആഫ്റ്റർ 5 ഇയർ. അതായത് ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണെങ്കിൽ. അപ്പൊ എന്താണ്, ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് ലംസം ആയിരിക്കും. മൊത്തം ഡിബഞ്ചർ, അതായത് 2000 ഡിബഞ്ചർ മൊത്തത്തിൽ നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, റീപേയ്മെന്റ് ചെയ്യുന്നു അതിനർത്ഥം.
ഓക്കെ, അപ്പൊ ലംസമായിട്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ, അതായത് മൊത്തം എമൗണ്ട് ഒരുമിച്ചാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. ഓക്കെ, ആ പഴയ വീഡിയോ നോക്കണം കേട്ടോ. അപ്പോൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണെന്ത് ലംസം, അതായത് നമ്മൾ റെഡീം ചെയ്യുന്നത് മൊത്തം ഡിബഞ്ചറിനെ ഒരുമിച്ചാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലംസം എന്ന് പറയാം. ലംസം റിഡംഷൻ ആണ്. ഓക്കെ, അപ്പൊ ലംസം ആയിട്ടാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ബി നോക്കൂ. സച്ച് ഡിബഞ്ചർ ആർ റെഡീമബിൾ ബൈ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഇൻ 5 ഇയർ. അതായത് 5 വർഷം കൊണ്ട് തുല്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റെഡീം ചെയ്ത് കളയുന്നു. അതായത് 2000 ഡിബഞ്ചറിനെ 5 വർഷം കൊണ്ട് റെഡീം ചെയ്ത് കളയുക, അതായത് തുല്യമായിട്ട്. അപ്പൊ ഓരോ വർഷവും എന്തായിരിക്കും? 4000 വെച്ചിട്ട് അല്ലേ? അപ്പൊ മീൻസ് എന്താണ്? 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ വർഷം 400 വെച്ചിട്ട് അല്ലേ? അപ്പൊ അല്ലേ 2000 ആവുക 5 വർഷം കൊണ്ട്. അപ്പൊ ഓരോ വർഷം 400 ഡിബഞ്ചർ എന്ത് ചെയ്ത് കളയും? റെഡീം ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് കുറച്ച് പോർഷൻസ് റെഡീം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് മെത്തേഡ് യൂസ് ചെയ്യുക? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല അല്ലെ? ഏത് മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. നമ്മളോട് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താണ്? 5 ഇയർ, 5 വർഷം കൊണ്ട് അതിനെ എന്ത് ചെയ്യും? ഡിബഞ്ചർ റെഡീം ചെയ്യും. മറ്റേ രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? 5 വർഷം കൊണ്ട് തന്നെ റെഡീം ചെയ്യുന്നത്, പക്ഷേ ഓരോ വർഷവും ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ടാണ് റിഡംഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രണ്ട് മെത്തേഡുകൾ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഏതൊക്കെ ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ. ലെറ്റ് us assume that എക്സ് ലിമിറ്റഡ് ഫോളോ ഫിനാൻഷ്യൽ ഇയർ ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് ഇയർ. അപ്പം എന്താണ് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ആണ് എന്ന് അതായത് നമ്മുടെ വർഷത്തിന്റെ തുടക്കം അവസാനം എങ്ങനെയായിരിക്കും? ഏപ്രിൽ 1, മാർച്ച് 31 ആണ് എന്നാണ്. അതും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് 5 വർഷം എന്ന് പറയുമ്പോൾ ആ വർഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വർഷത്തിന്റെ തുടക്കം ഏപ്രിൽ 1, അവസാനം മാർച്ച് 31 ആണ്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സ് വഴി ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആൻസർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. സാർ ഒന്നും കൂടി പറയോ? യെസ്, ഓക്കെ. ഒരു വട്ടം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. എപ്പോഴും പ്രീവിയസ് വീഡിയോ നോക്കിയതിന് ശേഷം വേണം ക്ലാസ്സിൽ ഇരിക്കാൻ കേട്ടോ എല്ലാവരും. അപ്പൊ ഒന്നുകൂടി പറയാം. ഞാൻ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? 1/4/2015 എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി 2000 ഡിബഞ്ചർ, 100 രൂപ വിലയുള്ള ഡിബഞ്ചർ 10% ഡിസ്കൗണ്ടിന് ഇഷ്യൂ നടത്തി. ഓക്കെ, ദെൻ ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പാറിനാണ്. പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ 100 രൂപയ്ക്ക് തന്നെയാണ് ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞത് എന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനകത്ത് രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് സച്ച് ഡിബഞ്ചർ ആർ റെഡീമബിൾ ആഫ്റ്റർ 5 ഇയർ. 5 വർഷത്തിന് ശേഷമാണ് ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അതിനർത്ഥം 5 വർഷത്തിന് ശേഷം ആ ഡിബഞ്ചർ റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് ലംസം ആയിട്ടാണ്. അതായത് 2000 ഡിബഞ്ചറിന് കൊടുക്കാനുള്ള എമൗണ്ട് മൊത്തത്തിൽ 5ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ ലംസം ആയിട്ട്, അതായത് കൊടുക്കാനുള്ള എമൗണ്ട് മൊത്തത്തിൽ ഒരുമിച്ച് കൊടുക്കുകയാണ് എങ്കിൽ ആ സമയത്ത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ എന്താണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ക്ലിയർ? ഇനി അടുത്ത കേസ് പറഞ്ഞ എന്താണ്? അടുത്ത കേസിൽ പറയുന്നത് എന്താണ്? സച്ച് ഡിബഞ്ചർ ആർ റെഡീമബിൾ ബൈ ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഇൻ 5 ഇയേഴ്സ്. അതായത് 5 വർഷം കൊണ്ട് 5ാമത്തെ വർഷം പറയുന്നത് 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഡിബഞ്ചറിനെ റെഡീം ചെയ്ത് കളയുന്നു. ഓക്കെ, ആരുടെ മൈക്കോ ഓൺ ആണ്? ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. 5ാമത്തെ വർഷം കൊണ്ട് നമ്മൾ ആ ഡിബഞ്ചറിനെ റെഡീം ചെയ്ത് കളയുന്നു. എങ്ങനെ റെഡീം ചെയ്ത് കളയുന്നത്? ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ആയിട്ട്. അത് ഓരോ വർഷവും നമ്മൾ എന്താണ് ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് നമ്മൾ റെഡീം ചെയ്ത് കളയുക. ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്. ഇപ്പൊ 2000-ന് നമ്മൾ 5
വർഷം കൊണ്ട് റെഡീം ചെയ്യണമെങ്കിൽ ഈക്വൽ ആക്കുമ്പോൾ എങ്ങനെ വരും? 400 400 400 അല്ലെ? അപ്പൊ ഓരോ വർഷവും 400 ഡിബഞ്ചർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യുന്നത്. അപ്പോൾ 5 വർഷമാകുമ്പോൾ 2000 ഡിബഞ്ചർ ആവുക. ഓക്കെ, അപ്പൊ ഓരോ വർഷവും 400 ഡിബഞ്ചർ വെച്ച് നമ്മൾ റെഡീം ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അതേ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ എന്താണ് ഈ കേസ് ഏതായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. കാരണം ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ പറയുന്നത് എന്താണ്? നമ്മൾ അവിടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചറിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്നവരാണത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഇവിടെ ഓരോ വർഷവും നമ്മുടെ റിഡീം ചെയ്യുന്ന ഡിബഞ്ചറിന്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഓരോ വർഷം റിഡീം ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഓരോ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് വിച്ച് മീൻസ് എന്താണ്? ഓരോ വർഷവും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ വർഷം നമ്മൾ 400 ഡിബഞ്ചർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിന്റെ എണ്ണം എത്രയാണ്? 1600 ആണ്. ഈ പിറ്റേത്തെ വർഷം വീണ്ടും 400 ഡിബഞ്ചർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിന്റെ എണ്ണം എത്രയാണ്? 1200 ആണ്. അങ്ങനെ ലാസ്റ്റ് വർഷം വരെ ഇങ്ങനെ ഓരോ 400 400 400 വെച്ച് റെഡീം ചെയ്ത് നമ്മൾ അതിനെ തീർക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഓരോ വർഷം നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഡിബഞ്ചറിന്റെ ബാലൻസിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഏത് ഫോളോ ചെയ്യുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടി പറയാം. ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചറിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പൊ കൺസെപ്റ്റ് ഏകദേശം ഐഡിയ ആയാൽ നോക്കും. പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുന്ന രീതി പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൺസെപ്റ്റ് എന്താണ് ഫ്ലക്ച്വേറ്റിംഗ്, എന്താണ് ഫിക്സഡ് എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ? അല്ലാതെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നതിന് ശേഷം നിങ്ങൾക്ക് പറ്റുള്ളൂ. കൺസെപ്റ്റ് ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കാം നിങ്ങൾ, നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടിന്റെ പേര് എന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ അപ്പൊ നമ്മുടെ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇത് ഞാനിപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോർമാറ്റ് ആണ് അക്കൗണ്ടിന് ഉണ്ടാവുക. ഓക്കെ, അതായത് സാധാരണ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഡേറ്റ് കോളം വേണം, പെർട്ടിക്കുലർ കോളം വേണം, എമൗണ്ട് കോളം. അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് വരയ്ക്കുക കേട്ടോ. എന്നോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടിൽ വരയ്ക്കുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ഡേറ്റ് കോളം ഉണ്ട്, പെർട്ടിക്കുലർ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, പെർട്ടിക്കുലർ ഉണ്ട്, എമൗണ്ട്, ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ലോസ് അല്ലെങ്കിൽ എന്താണ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നത് ബിസിനസ് സംബന്ധിച്ചുള്ള ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആയിട്ടുള്ള ഐറ്റം. ഇതിന്റെ ഒരു അക്കൗണ്ടിങ് റൂൾ എന്താണ്? ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ഇസ് ഡെബിറ്റ് എന്നാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഫസ്റ്റ് എൻട്രി, ഈ അക്കൗണ്ടിന്റെ ആദ്യത്തെ എൻട്രി എപ്പോഴും എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഇതിന്റെ ഹിഡൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെബിറ്റിലായിരിക്കും എന്നുള്ളതാണ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റിൽ എൻട്രി വരുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, അതായത് അപ്പൊ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടിന്റെ പേരെന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻട്രി എഴുതേണ്ടത് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ലോസ് ഉണ്ടാകുമ്പോഴൊക്കെ ഡെബിറ്റിൽ വരും. ലോസിനെ നമ്മൾ എഴുതി കളയുമ്പോൾ, റൈറ്റ് ഓഫ് ചെയ്ത് കളയുമ്പോൾ എവിടെ വരും? ക്രെഡിറ്റിൽ വരും. അതാണ് ഇവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം. ലോസ് ഉണ്ടാകുന്ന സമയത്ത് എവിടെ വരും? ഡെബിറ്റില്, ഈ സൈഡിൽ വരും. ലോസ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുമ്പോൾ എവിടെ വരും? ക്രെഡിറ്റിൽ വരും. ക്ലിയർ? ഇത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അതായത് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെബിറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് എന്നുള്ളത് അല്ലെ? റൂള് ഞാൻ ഒന്നുകൂടി പറയാം. നോമിനൽ അക്കൗണ്ട് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ട് റൂള് +2 ക്ലാസ്സുകൾ പഠിച്ചതാണ്. എന്താണ്? ഓൾ ലോസ് ആൻഡ് എക്സ്പെൻസ് ഈസ് ഡെബിറ്റ്. അപ്പൊ ലോസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡെബിറ്റ് ആയിരിക്കും. ലോസ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റ് ആയിരിക്കും. ലോസിനെ നമ്മൾ എഴുതി കളയുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഇതാണ്, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു വർക്കിംഗ് നോട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു എന്താണ് ഒരു ഏകദേശം കുറച്ച് വലിപ്പത്തിൽ ഒരു എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ട് വരച്ചു വെക്കുക. എന്നിട്ട് അതിന് താഴെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ചുരുക്കിയിട്ട് എങ്ങനെ? വർക്കിംഗ് നോട്ട്. ഓക്കെ, വർക്കിംഗ് നോട്ട് എന്ന് ഞാൻ ഇവിടെ WN എന്ന് എഴുതുന്നുള്ളൂ. അതിനർത്ഥം വർക്കിംഗ് നോട്ട് എന്നാണ് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് വരുന്ന എന്ത് ലോസ്, അത് നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പൊ എത്രയാണ് ലോസ് അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട്? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ടോട്ടൽ ഡിസ്കൗണ്ട്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് നമ്മുടെ ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ എന്താണ് ഇഷ്യൂ നടത്തുന്നത് 2000 ഡിബഞ്ചർ ആണല്ലോ. ഇഷ്യൂ നടത്തുന്നത് എത്ര ഡിബഞ്ചർ ആണ്? 2000 ഡിബഞ്ചർ ആണ്. ക്ലിയർ? അപ്പൊ 2000 ഇൻറ്റു ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്? ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറ. ഒരു ഡിബഞ്ചറിന്റെ വില 100 ആണ്. 100 രൂപയാണ് ഡിബഞ്ചറിന്റെ വില. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 100 രൂപയാണ്. ഓക്കെ, ദെൻ 100 രൂപ. അപ്പൊ അതിന്റെ മൊത്തം വില എത്രയായിരിക്കും? മൊത്തം ഇറ്റ് മീൻസ് അതിന്റെ മൊത്തം വില 2 ലക്ഷം രൂപയായിരിക്കും. ക്ലിയർ? അത് ഇൻറ്റു എന്താണ്, എത്ര ശതമാനം? ആ 100 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്? അല്ല, 10% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? 10%. അപ്പൊ 10/100. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക. ഡിസ്കൗണ്ട്, ടോട്ടൽ ഡിസ്കൗണ്ട് വരുന്ന എത്രയായിരിക്കും? 20,000 രൂപയായിരിക്കും അല്ലേ? ടോട്ടൽ ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് 20,000. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെയാ വന്നിട്ടുള്ളത്. 2000 2000 ഇൻറ്റു 100. 2000 ഇൻറ്റു 100 ചെയ്യാനുള്ള കാരണം 2000 ഡിബഞ്ചർ ആണ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. ഒരു ഡിബഞ്ചറിന്റെ വില 100. അപ്പൊ ടോട്ടൽ ഡിബഞ്ചറിന്റെ വില കിട്ടാൻ വേണ്ടിയാണ് 2000 ഇൻറ്റു 100 ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻറ്റു 10/100. എന്താണ്? 10% ഡിസ്കൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ നടത്തിയില്ല. അപ്പൊ 10%. അപ്പൊ 2 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 20,000 ആണ് എന്ത് നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞത് 20,000 രൂപയാണ്. ക്ലിയർ ആണല്ലോ? ഇനി യെസ്, ഇനി ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിലേക്ക് തന്നെ ഒന്നുകൂടി പോവാം. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സച്ച് ഡിബഞ്ചർ ആർ റെഡീമബിൾ ആഫ്റ്റർ 5 ഇയർ. 5 വർഷം കൊണ്ടാണ് ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിന്റെ പേര് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു എന്താണ്, അവിടെ നമ്മൾ റെഡീം ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ അല്ലെ? ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അതറിയാം. അപ്പോൾ അവിടെ എഴുതേണ്ട എന്താണ്? ഇനി നമ്മൾ അടുത്തായിട്ട് എഴുതേണ്ട എന്താണ്? എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് to be return of annually. ഓരോ വർഷവും നമ്മൾ എന്താണ് റിട്ടേൺ ഓഫ് എഴുതി കളയുന്ന എന്താണ് ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണ് അല്ലെ? ഓരോ വർഷവും നമ്മൾ എഴുതി കളയുന്ന ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് എത്രയാണ്, അതായത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്താ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. ടോട്ടൽ ഡിസ്കൗണ്ട് നമുക്ക് അറിയാം എത്രയാണ്? 20,000. നിങ്ങൾ ആ ഇക്വേഷൻ അവിടെ എഴുതണം കേട്ടോ നോട്ടിൽ. ഞാൻ ജസ്റ്റ് സമയം കളയാനില്ല, അതുകൊണ്ട് വേഗം നിങ്ങൾ നോട്ടിൽ എഴുതുക. ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ എന്ന് എഴുതുക. അപ്പോൾ 20,000 ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ എത്രയാണ്? 5 വർഷം. 5 വർഷം കൊണ്ടാണ് റിഡീം ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? 4,000 രൂപയാണ് എന്ന് നമുക്ക് കിട്ടും. ഓരോ വർഷവും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? 4,000 റുപ്പീസ് ആണ്. ഓക്കെ, ക്ലിയർ? 4,000 റുപ്പീസ് ആണ് നമ്മൾ ഓരോ വർഷവും ഇവിടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്ങനെയാ? ഹലോ, ഓക്കെ, ഓരോ വർഷവും നമ്മൾ ഏത് ഇക്വേഷനോ? ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. അപ്പൊ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട് എഴുതിയെടുത്തിട്ടില്ല, അതാണ് പ്രശ്നം. നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ആനുവലി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. ടോട്ടൽ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 20,000. ലൈഫ് ഓഫ് ഡിബഞ്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രയാണ്? 5 വർഷം. അപ്പൊ 20,000 ഡിവൈഡ് ബൈ 5 വിച്ച് മീൻസ് 4,000 ആണ് എന്ത് ഓരോ വർഷവും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി
ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. ക്വസ്റ്റ്യനിലെ ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്താണ്? 1/4/2015 ആണ്. അപ്പോൾ 1/4/2015 നമുക്കൊരു ലോസ് ഉണ്ടായി. ഓക്കെ, ഞാൻ പറഞ്ഞു ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഈ അക്കൗണ്ടിന്റെ, അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിന്റെ ഏത് വർഷത്താണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് അല്ലെ? ലോസ് ഒക്കെ ഡെബിറ്റ് ആണ്. അപ്പൊ ലോസ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റും ലോസിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുമ്പോൾ ക്രെഡിറ്റുമാണ്. അപ്പോൾ ലോസ് ഉണ്ടായി എന്നാണ് 1/4/2015. അപ്പൊ 1/4/2015 നമുക്ക് ലോസ് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇവിടെ ഡേറ്റ് ഇടുക 1/4/2015. ഡേറ്റ് കോളത്ത് ഡേറ്റ് ഇടുക കേട്ടോ. 1/4/2015 നമുക്ക് എന്തുണ്ടായി? ലോസ് ഉണ്ടായി അല്ലെ? അതുകൊണ്ട് ആ ലോസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് അവിടെ എഴുതേണ്ടത്? എന്തിന്റെ പേരിലാണ് നമുക്ക് ലോസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എഴുതേണ്ടത്. എന്തിന്റെ പേരിലാണ് നമുക്ക് ലോസ് ഉണ്ടായിട്ടുള്ളത്? 9% ഡിബഞ്ചറിന്റെ പേരിലാണ് അല്ലെ? നമുക്ക് ഈ ലോസ് സംഭവിച്ചത് എന്തിന്റെ പേരിലാണ്? ഡിബഞ്ചറിന്റെ പേരിലല്ലേ? അപ്പൊ നമ്മൾ അവിടെ എഴുതുന്നത് എന്താണ്? 9% ഡിബഞ്ചർ എന്ന് എഴുതുക. 9% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡിബഞ്ചറിന്റെ പേരിൽ നമുക്ക് ഒരു ലോസ് ഉണ്ടായി എന്നാണ് ഇതിനർത്ഥം. ഏത് ഡേറ്റില്? 1/4/2015. ക്ലിയർ? എത്രയാണ് ആ ലോസ് ഉണ്ടായത്? എത്രയാണ്? നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എത്രയാണ് ലോസ്? 20,000 ആണ്. അപ്പൊ എമൗണ്ട് 20,000. എഴുതുക 20,000. അപ്പൊ ഇതിനർത്ഥം എന്താണെന്ന് ഒന്നുകൂടി പറയാം. 1/4/2015 2000 ഡിബഞ്ചർ. ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/4/2015 എക്സ് ലിമിറ്റഡ് 2000 ഡിബഞ്ചർ, അതായത് 9%. ഇതിന്റെ ഡിബഞ്ചറിന്റെ പേര് എന്താണ്? 9% ഡിബഞ്ചർ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ 2000 ഡിബഞ്ചർ ഇഷ്യൂ നടത്തി 10% ഡിസ്കൗണ്ടിൽ. ആ 10% ഡിസ്കൗണ്ട് ഇഷ്യൂ നടത്തിയത് കാരണം കമ്പനിക്ക് ഒരു ലോസ് ഉണ്ടായി. ഏത് ദിവസം? 1/4/2015. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ലോസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിൽ കാണിച്ചു. 1/4/2015 ഡിബഞ്ചർ കാരണം, 9% ഡിബഞ്ചർ കാരണം 20,000 രൂപ ലോസ് ഉണ്ടായി. അക്കൗണ്ടിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? അപ്പൊ ലോസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ട എൻട്രി എന്താന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ആ വർഷം 1/4/2015 എന്ന് പറയുന്ന ആ അക്കൗണ്ടിങ് ഇയറിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ഏതാണ്? 31 മാർച്ച് 31 3/2015 ആണോ 2016 ആണോ? 2016. യെസ്, 31/3/2016. ആ ഡേറ്റിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുക എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് എഴുതുക. എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത്? 20,000 രൂപ റൈറ്റ് ഓഫ് ചെയ്ത് കളയോ? 4,000. 4,000. യെസ്, 4,000 രൂപയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. കാരണം ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഈക്വൽ എമൗണ്ട് ആണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേര് വിളിക്കുന്നത്? ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഡെബിറ്റിൽ ആദ്യത്തെ വർഷം 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നുള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ വർഷത്തെ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുക, ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുന്ന സമയത്ത് എത്രയാണ്? രണ്ട് സൈഡ്, ഏത് സൈഡിലാണോ കൂടുതൽ അതിന് 2 വർഷത്തെ എഴുതുക. അപ്പൊ 20,000 ഇവിടെ എഴുതുന്നു. രണ്ട് വർഷത്തേക്കും 20,000 എഴുതുക. അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തുണ്ട്? ടോട്ടൽ ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു ഡിഫറൻസ് വരുന്നു, ബാലൻസ് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തു? സാധാരണ അക്കൗണ്ടിലേക്ക് അറിയാമല്ലോ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 16,000, 16,000. ക്ലിയർ? ഇനി അടുത്ത വർഷം ഇതിന്റെ ഡേറ്റ് സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡേറ്റ് 31/3/2016 തന്നെയാണ് പറയുന്നത്. 31/3/2016 16,000 രൂപ ഇനി എന്തുണ്ട്? ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ലോസിനെ അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യണം. ക്യാരി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് ബ്രോ ഡൗൺ ചെയ്യണം അല്ലെ? അപ്പൊ ബ്രോ ഡൗൺ ചെയ്യാനുള്ള എൻട്രി ഡേറ്റ് ഏതാണ്? 1/4/2016. 1/4/2016. യെസ്, 1/4/2016. 1/4/2016 അതിന് വീണ്ടും ബ്രോ ഡൗൺ ചെയ്യുന്നു. എഴുതുക ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ബ്രോ ഡൗൺ ചെയ്യുന്നത്? ബാലൻസ് ബ്രോ ഡൗൺ 16,000. ദെൻ സെയിം എൻട്രി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. ഇവിടെ ഡേറ്റ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? അടുത്ത ഡേറ്റ്
ഇനി എന്ത് ചെയ്യുന്നു? ഈ വർഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 4000 രൂപ അല്ലെങ്കിൽ ഒരു 4000 നമ്മൾ വീണ്ടും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു അല്ലേ? ഡേറ്റ് ചെയ്തണോ? ഡേറ്റ് ഏതാണ്? 31/3/2017 ആയിരിക്കും. ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് എത്രയാണ്? 4000 തന്നെ. ക്ലിയർ. വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന സമയത്ത് സെയിം എത്രയായിരിക്കും? നമുക്ക് ഇവിടെ വരിക 16,000 വരും അല്ലേ? ഇവിടെയും 16,000. അത് അറിയാലോ. അപ്പൊ നോക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ എത്രയായിരിക്കും? 4000 കുറച്ച് കഴിഞ്ഞാൽ 12,000 അല്ലെ? 12,000 വരും. ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഇതേ രീതിയിൽ ചെയ്യാം. ഇനി വീണ്ടും 1/4 ഏതാ ഡേറ്റ്? 2017 അല്ലേ? 2017. യെസ്. എന്ത് എഴുതുക? ബാലൻസ് ബ്രോഡ് ഓൺ അല്ലേ? ബാലൻസ് ബ്രോഡ് ഓൺ വരും 12,000. യെസ്. വീണ്ടും നമ്മൾ 31/3/2018 വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന എമൗണ്ട് ഈക്വൽ ആണ് 4000 തന്നെയാണ്. 4000. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. 12,000 ടോട്ടൽ എടുക്കുക. 12,000 ബാലൻസ് വരുന്നത് 8,000. യെസ്. വീണ്ടും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ ബ്രോഡ് ഓൺ ചെയ്യുക. ഡേറ്റ് ഇടണം. ഡേറ്റ് കൃത്യമായിട്ട് പാലിക്കണം. 1/4/2018. ബാലൻസ് ബ്രോഡ് ഓൺ എമൗണ്ട് 8,000. 31/3/2019. വീണ്ടും റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. 2019 സ്റ്റേറ്റ്മെന്റ് എത്രയാ? 4,000. ദെൻ ബാലൻസ് എത്ര വരും? വീണ്ടും ബാലൻസ് വരും. ബാലൻസ് വരുന്നത് 4,000 അല്ലേ? ബാലൻസ് 4,000 ടോട്ടൽ ചെയ്യുക. 8,000. യെസ്. ഇപ്പൊ എത്ര വർഷമായി? 4 വർഷമായി. 5-ാമത്തെ വർഷത്തോട് കൂടി തീരണം അല്ലേ? വീണ്ടും 5-ാമത്തെ വർഷം ലാസ്റ്റ് ഇയർ ഏതാണോ? 1/4/2019 ആയിരിക്കും. ആ വർഷം കൂടി ഇത് നമ്മുടെ 0 ആവണം. നോക്കുക നമുക്ക് 0 ആവുന്നുണ്ടോ എന്നുള്ളത്. 0 ആവും, ഡൗട്ടൊന്നുമില്ല. ബാലൻസ് 4000 വരുന്നു. അടുത്ത വർഷത്തേക്ക് 31/3/2020 കൂടി അല്ലെ? 31/3/2020 കൂടി തീരും. എത്ര വരുന്നത്? 4,000. 4,000. അവിടെ തീർന്നു അല്ലെ? അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പൊ ഇനി ഇതോടുകൂടി തീർന്നു. ഓക്കെ, ജസ്റ്റ് ടോട്ടൽ ഇട്ട് വെച്ചാൽ മതി. 4,000 എന്നുള്ളത് അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മെത്തേഡ് ക്ലിയർ ആണല്ലോ. ഇത് നിങ്ങൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാലും എന്താണ്, അക്കൗണ്ട് വരയ്ക്കാൻ യാതൊരു പ്രയാസവും ഇല്ല അല്ലെ? വളരെ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് വരയ്ക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വളരെ ഈസിയാണ്. ഈ പ്രോബ്ലം നോക്കിയിട്ട് പ്രോബ്ലത്തിൽ മെത്തേഡ് പറയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണോ അതോ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണോ എന്ന് പറയില്ല. ആ മെത്തേഡ് ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആ വീഡിയോയുടെ അതിലുള്ള ആ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത മെത്തേഡാണ്. ഏത് മെത്തേഡ് ഏതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയും. ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ആ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഇതേ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് മുന്നിൽ ആകെ സമയം 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് അത് തീരാൻ സാധ്യത ഇല്ല. ഓക്കെ, അപ്പം എന്താ ചെയ്യുക? അടുത്ത അവർ നിങ്ങൾക്ക് വേറെ അവർ ഉണ്ടേനും.
ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ബാലൻസ് പോർഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട് തരാം. ഓക്കെ, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. അതായിരിക്കും നല്ലത്, കാരണം ഇപ്പൊ തുടങ്ങിയാൽ അത് ഏതായാലും തീരില്ല. ഓക്കെ, ഇതിന്റെ ഞാൻ നെക്സ്റ്റ് ഓക്കെ ഡേ സർ. വീഡിയോ ഇടുന്ന സമയത്ത് ഇതിന്റെ ബാലൻസ് കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം, ഗ്രൂപ്പിലേക്ക് ഇടാം. അതും കൂടി നിങ്ങൾ കണ്ടിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ. ഓക്കെ സർ.